സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള എറണാകുളം റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ പരിശോധനകൾക്കായി കെട്ടിക്കിടക്കുന്നത് 1 ലക്ഷത്തിലധികം സാമ്പിളുകൾ. മധ്യകേരളത്തിലെ 4 ജില്ലകളിൽ നിന്നുള്ള കേസുകളുടെ നിർണായകമായ സാമ്പിളുകളാണ് ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നത്. ഈ കണക്കുകൾ ജൂലൈ 31 വരെയുള്ള ഈ കണക്കുകൾ വിവരാവകാശ മറുപടിയായി ലഭിച്ചതാണ്. കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന കെമിക്കൽ സാമ്പിളുകളാണ് കാക്കനാട് റീജിയണൽ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ പരിശോധിക്കുന്നത്. മധ്യകേരളത്തിലെ 4 ജില്ലകളിൽ നിന്നുള്ള സാമ്പിളുകളാണ് ഇവിടെ എത്തിക്കുന്നത്. എന്നാൽ പരിശോധനകൾ വൻതോതിൽ മുടങ്ങുന്നു എന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. 2026 ജൂലൈ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 38,981 കേസുകളിലായി 1,02,267 സാമ്പിളുകളാണ് ഇവിടെ പരിശോധന പൂർത്തിയാക്കാതെ കെട്ടിക്കിടക്കുന്നത്. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലാബിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ പുറത്തുവന്നത്. 2 വർഷത്തിന് മുന്നേ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരം ശേഖരിച്ചപ്പോൾ അപ്പോഴും ഏകദേശം 70,000 സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്നുണ്ടായി. 20,000-ലേറെ കേസുകളിലായിട്ടുള്ള. അപ്പോൾ ഈ ലാബിലുള്ള ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ജീവനക്കാരെ തസ്തികകളുടെ എണ്ണമുണ്ട്. അത് പോരാത്തതായിരിക്കാം ഇങ്ങനെ കേസുകളുടെ എണ്ണം കെട്ടിക്കിടക്കാനുള്ള കാരണം കാണുന്നത്. പല വിവാദമായ കേസുകളുടെ എല്ലാം സാമ്പിളുകൾ ഈ 4 ജില്ലകളിലേക്കൂടെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സാമ്പിളുകൾ പരിശോധന പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിചാരണയ്ക്കും നീതിയുടെയൊക്കെ വളരെ താമസം വരും. എറണാകുളം, തൃശൂർ, പാലക്കാട്, ഇടുക്കി എന്നീ ജില്ലകളിൽ നിന്നുള്ള പോലീസ് കേസുകളിലെയും മറ്റ് ശാസ്ത്രീയ അന്വേഷണങ്ങളിലെയും സാമ്പിളുകളാണ് കാക്കനാട് ലാബിൽ പരിശോധനയ്ക്കെത്തുന്നത്. കുറ്റകൃത്യങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ നിന്ന് സംശയാസ്പദമായി ലഭിക്കുന്ന രാസപദാർത്ഥങ്ങൾ, ലഹരി കേസുകളുടെ ഭാഗമായി പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ സാമ്പിളുകൾ തുടങ്ങിയവയാണ് ഇവിടെ പരിശോധിക്കുന്നത്. കോടതിയിൽ കേസുകൾ പൂർത്തിയാക്കുന്നതിന് ഈ ഫലങ്ങൾ അത്യാവശ്യമാണ്. അതേസമയം എക്സൈസ് നൽകിയ സാമ്പിളുകളിൽ 2026 ജൂൺ വരെയുള്ള എല്ലാ ഫലങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. മറ്റ് കേസുകളിലാണ് പ്രധാനമായും താമസമുള്ളത്. കാക്കനാട് റീജിയണൽ ലാബിൽ ആകെ 68 സ്ഥിരം ജീവനക്കാരുടെ തസ്തികകളാണുള്ളത്. സയന്റിഫിക് ഓഫീസർ 1, സെറോളജിക്കൽ അസിസ്റ്റന്റ് 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 4 എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകൾ നികത്താൻ താൽക്കാലിക ജീവനക്കാരെ പോലും നിയമിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വൈകിയെത്തുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. 1 ലക്ഷത്തിലധികം സാമ്പിളുകൾ കെട്ടിക്കിടക്കുന്ന ഈ കെമിക്കൽ ലബോറട്ടറി എത്ര നീതി നിഷേധങ്ങളാണ് നടത്തുന്നത്? ക്യാമറമാൻ CS ബൈജുവിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി.